നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനെ ചൊല്ലി തർക്കം. 56 പുതിയ പോളിംഗ് ബൂത്തുകൾ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ധൃതി പിടിച്ച് ബൂത്തുകൾ കൂട്ടേണ്ട കാര്യമില്ല എന്നാണ് UDF നിലപാട്. എന്നാൽ വോട്ടർമാരുടെ സൗകര്യം പരിഗണിച്ചുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് LDF. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് വ്യത്യസ്ത അഭിപ്രായമുയർന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1100-ൽ കൂടുതൽ വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വിഭജിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം. വർദ്ധിപ്പിക്കുമ്പോൾ മണ്ഡലത്തിൽ പുതുതായി 56 പോളിംഗ് ബൂത്തുകൾ കൂടുതൽ വരും. ഇതോടെ 204 പോളിംഗ് ബൂത്തുകൾ 260 മാറും. ADMന്റെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിൽ UDF തീരുമാനത്തെ എതിർത്തു. ബൂത്തുകൾ വർദ്ധിപ്പിക്കുന്നത് അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ മതിയെന്നും ധൃതി പിടിച്ചുള്ള വർധനവ് കള്ളവോട്ടിനുള്ള സാഹചര്യമൊരുക്കുമെന്നും UDF നേതാവ് ഇസ്മായിൽ മൂത്തേടം പ്രതികരിച്ചു. ബൂത്ത് ചേഞ്ച് ചെയ്യണേ ഞങ്ങൾ എതിരില്ല, ബൂത്ത് എണ്ണം കൂട്ടുന്നതിനും ഞങ്ങൾ എതിരില്ല. പക്ഷേ ഈ തിടുക്കം പിടിച്ച് 8-ാം തീയതിക്കുള്ളിൽ തന്നെ ഇതിന്റെ ഫൈനലാകണമെന്നും 8-ാം തീയതി വൈകുന്നേരം ബൂത്തിന്റെ കരടിറങ്ങുമെന്നും പറയുന്നത് തികച്ചും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയാണ്. ഇനിയിപ്പോൾ ഈ 258 വോട്ടർ പട്ടിക ബൂത്ത് ആകുമ്പോൾ അതിനനുസരിച്ച് വോട്ടർ പട്ടിക ഉണ്ടാക്കണം, അതിനനുസരിച്ച് ബൂത്തുകൾ അറേഞ്ച് ചെയ്യണം. അവിടെ ഒന്നും ഈ അഡീഷണൽ വരുന്ന 54 ബൂത്തിലും BLA പോസ്റ്റ് ഉണ്ടാവില്ല, BLO ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വോട്ടർ പട്ടികയിലും കൃത്രിമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭയപ്പാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആശങ്ക രേഖപ്പെടുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾ ആവശ്യം. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു LDF നിലപാട്. നീണ്ട വരി ഇല്ലാതാക്കാൻ ബൂത്തുകൾ വർദ്ധിപ്പിക്കുന്നത് സഹായിക്കുമെന്ന് CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ പറഞ്ഞു. ബൂത്തിൽ 1100 മേലുള്ള ബൂത്തുകൾ വിഭജിക്കാനാണ് തീരുമാനം. ആ തീരുമാനത്തിന് ഞങ്ങൾ LDF സ്വാഗതം ചെയ്യാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 7 മണി 8 മണി 9 മണി വരെ പോളിംഗ് നീണ്ടിട്ടുണ്ട്. അതൊന്ന് കുറഞ്ഞു കിട്ടും, ജനങ്ങൾക്ക് സൗകര്യപ്രദമാവും. ഞങ്ങളൊരു നിർദ്ദേശം അതിൽ വെച്ചിരിക്കണമെന്ന് പ്രാദേശികമായി ഭൂമിശാസ്ത്രപരമായി BLAമാരെയും BLAമാരെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയമായി ബൂത്ത് വിഭജിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബൂത്തിന്റെ സ്റ്റേഷൻ മാറ്റരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥലം മാറ്റാതെയാണ് പുതിയ പോളിംഗ് ബൂത്തുകൾ കൂടി വരുന്നത്. ഇത് സംബന്ധിച്ച BLOമാരുടെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ഇന്ന് വില്ലേജ് ഓഫീസുകളിൽ നടക്കും. ഏപ്രിൽ 8-നുള്ളിൽ ഫീൽഡ് പരിശോധന പൂർത്തിയാക്കണം. നിലമ്പൂരിൽ മാത്രം 42 BLOമാരെ പുതുതായി നിയമിക്കും. അതേസമയം ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തകൃതിയായി നടത്തുകയാണ്. മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രചാരണ ചുമതല സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കിക്കും OJ ജനീഷിനും നൽകി. ന്യൂസ് മലയാളം, മലപ്പുറം.